ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായം സാഖ്യയോഗ. സാഖ്യയോഗയിൽ 9 ശ്ലോകങ്ങൾ വരെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. അതായത് അർജുന വിഷാദ യോഗയിൽ അർജുനൻ ഭഗവാനോട് പറയുകയാണ്, കുരുക്ഷേത്ര യുദ്ധത്തിൽ ആരൊക്കെയാണ് തന്നോട് യുദ്ധം ചെയ്യാനായി വന്നിരിക്കുന്നത്? ഇരുപക്ഷത്തുമുള്ള ആളുകളെ എനിക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി ഭഗവാനോട് ആവശ്യപ്പെടുകയാണ്, 2 സേനകളുടെയും മധ്യത്തിലായി രഥം കൊണ്ടുചെന്ന് നിർത്തിയാലും. അർജുനൻ്റെ ഈ വിധത്തിലുള്ള അപേക്ഷ കേട്ടിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ രഥം 2 സേനകളുടെയും മധ്യത്തിലായി നിർത്തുന്നു. 2 സേനകളിലും യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്ന തൻ്റെ സ്വജനങ്ങളെ ഓർത്ത് അർജുനൻ വിഷമിക്കുകയും യുദ്ധം ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞ് തേർത്തട്ടിൽ തളർന്നിരിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അർജുനൻ തൻ്റെ മനസ്സിൻ്റെ അജ്ഞത അകറ്റുന്നതിനായി ഭഗവാനോട് ഞാൻ എന്തു ചെയ്യണം എന്ന് ഉപദേശം ചോദിക്കുകയാണ്. ആ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വിശദമായി പഠിച്ചത്. അങ്ങനെ യുദ്ധം ചെയ്യുന്നത് ശരിയല്ല, തൻ്റെ ജനങ്ങളെ കൊന്നിട്ട് രാജ്യം എന്തിന്, അങ്ങനെ കിട്ടുന്ന രാജ്യം കൊണ്ട് എന്തു പ്രയോജനം, അതിനെക്കാട്ടി ഭേദം കാട്ടിൽ പോകുന്നതല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് ഗോവിന്ദനെ അറിയിക്കുന്ന ആ ഭാഗം വരെയാണ് കഴിഞ്ഞ ദിവസം പഠിച്ചത്. ഇനി നമുക്ക് സാഖ്യയോഗയിലെ 10-ാമത്തെ ശ്ലോകം നോക്കാം. തമുവാച ഹൃഷീകേശഃ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷിദന്തമിദം വചഃ. അർത്ഥം, തമു അവനോട്, ഉവാച പറഞ്ഞു, ഹൃഷികേശൻ, പ്രഹസൻ പുഞ്ചിരിച്ചുകൊണ്ട്, ഇവ അത്രയും, ഭാരതവംശജൻ, സേനയുടെ ഉഭയോർ 2 സേനകളുടെയും മധ്യത്തിൽ, വിഷാദിക്കുക, ഇദം ഈ, വചഃ വാക്ക്. ശ്ലോകാർത്ഥം നോക്കാം. ഹേ ഭരതവംശജ, 2 സേനകളുടെയും നടുവിൽ ദുഃഖിച്ചുകൊണ്ട് നിൽക്കുന്ന അർജുനനോട് ഹൃഷികേശൻ പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ഈ ശ്ലോകം ആര് പറയുന്നതാണ്? സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയുന്നതാണ്. എന്താണ് പറഞ്ഞത്? അല്ലയോ ഭരതവംശജ എന്ന് വിളിച്ചത് ആരെയാണ്? ധൃതരാഷ്ട്രരെയാണ് വിളിച്ചത്. അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ, 2 സൈന്യങ്ങളുടെയും മധ്യത്തിൽ വിഷമിച്ചു നിൽക്കുന്ന അർജുനനോട് കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി എന്താണ് ഭഗവാൻ പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. ശ്രീ ഭഗവാനുവാച അശോച്യാനന്വശോചസ്തം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗദാസൂന ച നാനുശോച്ഛന്തി പണ്ഡിതാഃ. അർത്ഥം നോക്കാം. അശോച്യാൻ ദുഃഖിക്കാൻ അർഹതയില്ലാത്ത, അന്യശോച ദുഃഖിച്ചിട്ട്, ത്വം നീ, പ്രജ്ഞാവാദാൻ അറിവുള്ളവനെ പോലെ, ച കൂടെ, ഭാഷസേ സംസാരിക്കുന്നു, ഗദാസൂൻ മരിച്ചവർ, അഗദാസൂൻ ജീവിച്ചിരിക്കുന്നവർ, ച കൂടെ, നാനുശോചന്തി ദുഃഖിക്കുന്നില്ല,
പണ്ഡിത, പണ്ഡിതന്മാർ. എന്താണ് ഇവിടെ ഭഗവാൻ അർജുനനോട് പറയുന്നത്? നീ ഒരിക്കലും ദുഃഖിക്കാൻ പാടില്ലാത്തവരെ കുറിച്ചോർത്ത് ദുഃഖിക്കുന്നു. അറിവുണ്ടെന്നു തോന്നുമാറുള്ള യുക്തിവാദങ്ങൾ പറയുകയും ചെയ്യുന്നു. അറിവുള്ളവർ മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും കുറിച്ച് ഓർത്ത് ദുഃഖിക്കാറില്ല. ഇങ്ങനെ ഭഗവാൻ പറയുകയാണ്. കാരണം കുറേ തത്വങ്ങളൊക്കെ പറഞ്ഞിട്ട് അർജുനൻ ഭഗവാനെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്തതുകൊണ്ട് എന്താണ് പ്രയോജനം, നമുക്ക് സ്വർഗം ലഭിക്കുമോ, ഇങ്ങനെയൊക്കെ അർജുനൻ വലിയ പണ്ഡിതനെ പോലെ ഭഗവാനെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ ഇപ്രകാരം അർജുനനോട് പറയുന്നത്. ഇവിടെ കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ എൻ്റെ ജനങ്ങൾ എന്ന് അർജുനൻ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു. എൻ്റെ ജനങ്ങളാണ് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത്, എൻ്റെ ഗുരുനാഥനാണ്, എൻ്റെ പിതാമഹനാണ്, എൻ്റെ സഹോദരന്മാരാണ്, ഇങ്ങനെ സ്വജനം എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ എൻ്റേതിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ദുഃഖമുണ്ടാകും അല്ലേ? എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ, അതല്ലെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് ദുഃഖമുണ്ടാകും. എൻ്റേതല്ലാത്ത എന്തിന് എത്ര കേടുപറ്റിയാലും അധികമാരും ദുഃഖിക്കാറില്ല. ഇതാണ് ഭഗവാൻ ഇവിടെ പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. കാരണം നിരന്തരം അർജുനൻ സ്വജനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ദുഃഖത്തിന് ഹേതുവായിരിക്കുന്നത് എന്താണ്? എൻ്റെ ജനം എന്നുള്ള ഈ മമതയാണ്. ഈ മമത അജ്ഞാനത്തിൻ്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ ആരെയും കുറിച്ചോർത്ത് ദുഃഖിക്കാറില്ല എന്നാണ് പറയുന്നത്. പണ്ഡിതൻ എന്ന വാക്കിലെ പണ്ഡ എന്ന വാക്കിന് ആത്മജ്ഞാനം എന്നാണ് അർത്ഥം. പണ്ഡയുള്ളവൻ പണ്ഡിതൻ, അതായത് ആത്മജ്ഞാനമുള്ളവൻ പണ്ഡിതൻ. ഇതാണ് ഈ വാക്കിൻ്റെ അർത്ഥം. എപ്പോൾ വേണമെങ്കിലും നശിക്കാവുന്ന ശരീരത്തെ ഓർത്ത് ദുഃഖിക്കുന്നവൻ പണ്ഡിതനല്ല. ആ ശരീരം എപ്പോൾ വേണമെങ്കിലും നശിക്കപ്പെടാവുന്നതാണ്. എന്നാൽ പണ്ഡിതൻ എപ്പോഴും ഓർക്കേണ്ടത് ആരെ പറ്റിയിട്ടാണ്? ഒരിക്കലും നശിക്കാത്ത ആ ആത്മാവിനെ പറ്റിയിട്ടായിരിക്കണം ഒരു പണ്ഡിതൻ എപ്പോഴും ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് അജ്ഞാനമാകുന്ന ദുഃഖം ഒഴിവാക്കണം എന്നാണ് ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞിരിക്കുന്നത്. ഏരകപ്പുല്ലുകളാൽ തൻ്റെ പുത്രന്മാരും ബന്ധുക്കളും എല്ലാവരും തന്നെ മരിച്ചു വീണപ്പോൾ അത് നോക്കി നിന്ന ആളാണാര്? ഭഗവാൻ ശ്രീകൃഷ്ണൻ. അത് കർമ്മമാണ്. അവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് ഇന്നവർ അനുഭവിക്കുന്നത്. ആ അർത്ഥം പൂർണ്ണമായി ഉൾക്കൊള്ളുകയായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ അപ്പോൾ ചെയ്തത്. ഭഗവാന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ പോലും ആ സമയത്ത് വീണില്ല. കഴിഞ്ഞ ദിവസം ഭാഗവതത്തിൽ നമ്മൾ ആ ഭാഗങ്ങളെല്ലാം തന്നെ വളരെ വിശദമായി പഠിച്ചു. ഈ ലോകത്ത്, ഈ ഭൂമിയിൽ സംഭവിക്കേണ്ടത് സംഭവിക്കുക തന്നെ ചെയ്യും. ജനനവും മരണവും എല്ലാം നടക്കും. ഒരാൾ ജനിച്ചാൽ തീർച്ചയായും അവൻ മരിക്കുക തന്നെ ചെയ്യും. ശരീരം എപ്പോൾ വേണമെങ്കിലും നശിക്കാം. എന്നാൽ നശിക്കാത്ത ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ആത്മാവാണ്. ആ ആത്മാവ് ഒരു ശരീരം വിട്ട് മറ്റൊരു ശരീരത്തെ പ്രാപിക്കും. നമ്മൾ സ്നേഹിക്കുന്നത് എപ്പോഴും എന്തിനെയാണ്? ആ ശരീരത്തിനെയാണ്. നമ്മൾ എത്ര സ്നേഹിച്ചാലും ആ ശരീരം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ വിട്ടു പിരിയും. നമ്മളും അവരെ വിട്ടു പിരിയും. അതായിരിക്കണം ഒരു പണ്ഡിതൻ ഓർക്കേണ്ടത്. അതല്ലാതെ എൻ്റെ ജനം, അവരെ എനിക്കെന്നും കണ്ടുകൊണ്ടിരിക്കണം, അവരുടെ ശരീരത്തിൻ്റെ സാമീപ്യം എനിക്കെന്നും ഉണ്ടാകണം, ഇങ്ങനെ ചിന്തിക്കുന്നത്
മൂഢത്വമാണ്. കാരണം നമ്മൾ എത്ര ആഗ്രഹിച്ചാലും അതൊരിക്കലും സംഭവിക്കുകയില്ല. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ ആത്മാവും ഇപ്പോൾ ആ ആത്മാവ് സ്വീകരിച്ചിരിക്കുന്ന ശരീരം വിട്ട് മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുക തന്നെ ചെയ്യും. ബാക്കി വരുന്ന ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ അതിനെപ്പറ്റി വളരെ വിശദമായി അർജുനന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ്. ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. ഇന്ന് ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? കാര്യങ്ങളൊക്കെ പറയണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. ഹരേ കൃഷ്ണ.